നടന്ന് വരുമ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതാണ്ട പട്ടായ നൈറ്റ് ലൈഫ് ഓൾറെഡി സ്റ്റാർട്ടായിരിക്കണം. ലെഫ്റ്റിലും റൈറ്റിലൊക്കെ വച്ചിങ്ങനെ ഉണ്ടാവും. ഇങ്ങോട്ട് പോകുമ്പോൾ കുറേ പേരുണ്ടാവും. നോക്കിയേ, പട്ടായ സ്ട്രീറ്റ് മാർക്കറ്റാണ് ഇത് കാണുന്നത്. ഫുഡും ഉണ്ടാവും, ജ്യൂസ് ജ്യൂസ് ഉണ്ടാവും, ഡ്രിങ്ക്സ് ഉണ്ടാവും, എല്ലാ സാധനവും ഉണ്ടാവും. എന്താണ് ഫുഡ് ഉണ്ടാവും, ഡ്രിങ്ക്സ് ഉണ്ടാവും, ജ്യൂസ് ഉണ്ടാവും, എന്തൊക്കെയാണ് ഞാൻ പറയണേ, എല്ലാ സാധനവും ഉണ്ട് അവിടെ. ഇതാണ് പട്ടായയുടെ സ്ട്രീറ്റ് മാർക്കറ്റ്. ഓക്കെ, നടുക്കൊരു പ്ലെയിൻ്റെ പോലൊരു സാധനവും ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാല്ലേ, ഭയങ്കര അട്രാക്റ്റീവ് സ്പോട്ടാക്കി മാറ്റിയാണ്. ഇവിടെ തന്നെ ഒരു ക്ലബ്ബുണ്ട്, ക്ലബ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ട്. സീനാണല്ലോ. ഓ, ഞാനിപ്പോൾ പറഞ്ഞ വഴി സ്ട്രീറ്റ് കാണിച്ചെന്നില്ലേ, അതാണ് അതിന് വേണ്ടിയുള്ള ഈ സ്ട്രീറ്റാണിത്. മെയിൻ സ്ട്രീറ്റാണെന്ന് തോന്നുന്നു. പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റ് കണ്ടത് ഇവിടെയാണ്. ഓക്കെ, നമ്മളിത് ഇപ്പോൾ ഒരു ഫുഡ് മാർക്കറ്റിലേക്ക് വന്നേക്കും കേട്ടോ. ഇതാണ് സംഭവം. എല്ലാം ഫ്രൂട്ട്സ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കും. ഇതിനൊക്കെ ഇതൊക്കെ എന്താണ്, ഓറഞ്ച് പോലെ ഇരിക്കുന്നുണ്ട്. ഓറഞ്ച് എന്നല്ലാട്ടോ, ഇത് വേറെ എന്തൊരു ഫ്രൂട്ടാണ്. ഇതൊരു മിക്സ്ഡ് ഫ്രൂട്ട് സാധനം വരുന്നുണ്ട്. മാമ്പഴം എന്തൂരം ഉണ്ടോ. ഇതിനൊക്കെ 100 രൂപ ഭാഗത്തുള്ളൂ. 100 മരത്ത് പറയുമ്പോൾ 250 രൂപ ഉണ്ട് കേട്ടോ. അയ്യോ, ഞാനൊരു ഡാൻസ് കളിക്കാൻ പോയിട്ട് എൻ്റെ പുറമൊന്ന് വിളിക്ക്. അത് കാരണം ഒന്ന് എൻ്റെ ബാക്ക് ഇച്ചിരി സീനായിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. നൈറ്റ് ആയപ്പോഴാണ് ഇവിടെയൊക്കെ ആക്റ്റീവ് ആവണേ. ഇത്ര നേരം ഭയങ്കര സൈലൻ്റായി കിടന്നിരുന്ന സ്ഥലം കേട്ടോ ഇത്. കേട്ടോ, ഓരോ ഫ്രൂട്ടായിട്ട് പൊങ്ങി വരണുണ്ടോ സാധനങ്ങൾ. ഇതിൻ്റെയൊക്കെ ഒരു പ്രീമിയം ഫീൽ പോലെ തോന്നുന്നു എനിക്ക് കഴിച്ചിട്ട്. നല്ല ടേസ്റ്റ് കൊള്ളാം. കുറച്ച് തണുപ്പുണ്ട്, നല്ല ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. കൊള്ളാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. നിങ്ങൾ ഈ മാർക്കറ്റിൽ എന്ത് കാണണോ ഇതെല്ലാം ഇവിടെ കഴിക്കാൻ കിട്ടുന്നതാണ്. ലൈവായിട്ട് കിട്ടും. പന്നിയിറച്ചി ആണല്ലോ. സ്റ്റെപ്പ് അതൊന്ന് ട്രൈ ചെയ്യണം എന്തായാലും എനിക്ക്. സാധനം കൊള്ളാല്ലേ, കത്തി പോലത്തെ സാധനം. ഫ്രൂട്ട്സ് ആയെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇവിടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഇപ്പോൾ മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടെ ഭയങ്കര മെയിൻ സാധനം കേട്ടോ. എവിടെ നോക്കിയാലും നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ് കാണാം. വേണ്ട നമുക്ക് എന്തായാലും ഒന്ന് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാം. യെസ്, ഇതൊക്കെ ഉണ്ട്. ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ ഇത് മൊത്തം എടുത്തു. സാധനങ്ങൾ തന്നെ വേണ്ട. ആ ബാമ ഈ ബാമ എല്ലാ ബാമും ഉണ്ട്. അല്ലാണ്ട് കൊഞ്ച്, ഞണ്ട്, മീൻ ശ്വസിക്കുന്നവരുണ്ട്. ജീവനുണ്ടോ ഇതിനൊക്കെ. ഇതേ ഇടിയപ്പൂ അല്ല, നൂഡിൽസ് ആണല്ലോ. പോർക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്. ഇതെന്ത് പ്ലാസ്റ്റിക് പോലെ ഇരിക്കണേ. ഇതൊക്കെ പ്ലാസ്റ്റിക് അല്ലേ. ഇന്നലെ വന്ന അൽക്കസാറാണ് കാണുന്നത്. ഫുള്ള് ഈ ലൈറ്റൊക്കെ ഇട്ട് രാത്രി നല്ല വൈബുണ്ട് ഇവിടെയൊക്കെ കാണാൻ. നമ്മൾ ഇന്നലെ ആ ഷോ കാണാൻ വേണ്ടി വന്നില്ലേ, അതിൻ്റെ ആണ് കേട്ടോ. കൊള്ളാം.
നമ്മൾ ലോക്കൽ ട്രാൻസ്പോർട്ട് എടുത്താണ് പോകുന്നത്. ഈ ലോക്കൽ ട്രാൻസ്പോർട്ടിന് 10 ബാത്ത് ഉള്ളൂ കേട്ടോ. ഒരു റൂട്ടിനാണ് ചാർജ് 10 ബാത്ത് ഉള്ളൂ. മാക്സിമം 20 ബാത്ത് വരെ ഈ ടൈപ്പ് ലോക്കൽ ട്രാൻസ്പോർട്ടിന് പോവുള്ളൂ. ഇത് വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ബീച്ച് സൈഡാണത്. ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആക്ച്വലി കുറേ സെക്സ് വർക്കേഴ്സ് ഉണ്ട്. എല്ലാം ഒരു 1 മീറ്റർ 1.5 മീറ്റർ ഗ്യാപ്പിൽ തന്നെ ഓരോ സെക്സ് വർക്കേഴ്സ് നിൽക്കുകയാണിത്. ഇതാ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ നേരത്തെ വന്ന സ്ഥലം കേട്ടോ, റിപ്ലേസ് റിട്ടേർനായിട്ട്. നമ്മൾ നേരത്തെ പോയ സ്ഥലം. എന്നാലും നമ്മൾ ഇതും കണ്ടായിരുന്നു, കണ്ടില്ലേ? ഈ TT കാരൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം നല്ലതാട്ടോ. അത്യാവശ്യം നല്ല റേറ്റിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടും. ഇപ്പോൾ അവിടെ കണ്ടോ ആ യെല്ലോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ എല്ലായിടത്തും കഞ്ചാവിൻ്റെ കടയുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ലീഗലാണ്. ലീഗൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എന്ത് വാങ്ങിച്ച് പുറത്തിരുന്ന് വലിക്കാൻ പറ്റില്ല. പക്ഷേ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അകത്തിരുന്ന് അവരുടെ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് വലിക്കാം. അതായത് അവരുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയണത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ പാസീവ് കൂടെ വേറെ ആൾക്ക് കിട്ടരുതെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോവാം. വേണ്ട, ഈ ഷോപ്പ് വേണ്ട, നിങ്ങൾക്ക് കഞ്ചാവ് പുറത്ത് തന്നെ കാണാം. പുറത്ത് കൂടെ നോക്കിയാൽ തന്നെ അകത്ത് കിലോ കണക്കിലൊക്കെ ഇരിക്കുന്ന കാണാം. പക്ഷേ ഇതാണ് അവസ്ഥ. നിങ്ങൾക്ക് വാങ്ങിച്ചു അതിൻ്റെ അകത്തിരുന്ന് വലിക്കാം, പുറത്തിരുന്ന് വലിക്കാൻ പാടില്ല. ഓക്കെ. പിന്നെ അതല്ലാതെ സ്പാൻ്റെ ഇരുന്ന് നോക്കിയാലും എല്ലായിടത്തും സാധനങ്ങളുണ്ട്. ഭയങ്കര കോമണാണ്. സാധാ സ്പാ ഭയങ്കര കോമണാണ്. പിന്നെ അതായത് സ്പാക്ക് ഇതില്ല, അതൊക്കെ ഭയങ്കര കോമണാണ്. പക്ഷെ അതല്ലാത്ത ഒരു സാധനത്തിലോട്ട് പോകുമ്പോൾ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാനിപ്പോൾ ഫോൺ താത്താൻ കാരണം വെച്ചാൽ ചിലവർക്ക് അവരുടെ വീഡിയോ എടുക്കുന്നത് താല്പര്യമില്ല. അവർ കുറേ സെക്സ് വർക്കേഴ്സ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, കുറച്ചധികം ഉണ്ട്. അപ്പോൾ അവരുടെ ഈ വീഡിയോ എത്തുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്നും കൂടി വിചാരിച്ചിട്ടാണ്. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര മിക്സ്ഡ് ഇമോഷൻസ് ഉണ്ട് അതിനകത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയേക്കണത് ചിലപ്പോൾ ഒരു ചോയ്സ് ഇല്ലാത്തതുകൊണ്ടാണോ ഇനി വന്നേക്കണം. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എന്നാലും അങ്ങനെ വന്നേക്കണവരും ഉണ്ടാവുമല്ലോ. വീഡിയോ ചുമ്മാ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും കണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്നും കൂടി വിചാരിച്ചിട്ടാണ് മാക്സിമം അവരെ എടുക്കാത്തത്. ഓക്കെ. ഇപ്പം നമ്മുടെ സെൻട്രൽ മോളിൽ വന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നില്ലേ, ഇന്നലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്ന സെൻട്രൽ മോളിലെത്തി. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും സാധനങ്ങൾ കാണാം. ശരിക്കും ഞാൻ വീഡിയോ എടുക്കാത്തതിനല്ല, നടക്കും വീഡിയോ എടുക്കണമെന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ. പക്ഷെ എൻ്റെ ചാർജ് ഇച്ചിരി കുറവായതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാത്തത്.